രാത്രിയും ഒരുപക്ഷെ തിരച്ചിൽ തുടരും എന്നുള്ള ഒരു വാർത്ത നാളെ ഡ്രോൺ എത്തിക്കും എന്നുള്ളത് കർവാർ MLA പറഞ്ഞിരുന്നു. യന്ത്ര സഹായത്തോടെ ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഈ പുഴയോട് ചേർന്നുള്ള ഭാഗത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. അവിടെയാണ് മണ്ണ് മാറ്റുന്നത്. ഏതാണ്ട് ആ ഭാഗത്താണ് ലോറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ നേവിയുടെ സംഘം അതിനിടയിലെത്തിയത് ആങ്കർ ചെയ്യേണ്ടതായിട്ടുണ്ട്, അത് ലോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ശക്തമായ അടിയൊഴുക്കുണ്ട്. ലോറി ട്രക്ക് ഇനിയും ഒലിച്ചു പോകാൻ ഉള്ള ഒരു സാധ്യത മാറ്റുന്നതിന് വേണ്ടിയിട്ട് അത് ലോക്ക് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അത്തരത്തിൽ ഈ ഡീപ്പ് ഡൈവേഴ്സ് അവർ ഇനി ഇറങ്ങുമെന്നറിയില്ല. പക്ഷേ ഈ മണ്ണ് മാറ്റുന്ന പ്രവർത്തികൾ രാത്രിയും തുടരും, രാത്രി വൈകിയും തുടരുമെന്നറിയില്ല, രാത്രി വരെ തുടരും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അതിലൊരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ അതിലൊരു ചെറിയ ഒരു ആശയക്കുഴപ്പമുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടി നമുക്കറിയാൻ സാധിക്കുന്നത് രാത്രിയിലും ഒരുപക്ഷെ തിരച്ചിൽ തുടരും. നാളെ ഡ്രോൺ എത്തും. ഡ്രോൺ എത്തിച്ചുകൊണ്ടുള്ള, കാരണം ഈ ഒരു തിരച്ചിൽ നിർണായക ഘട്ടത്തിൽ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലാണ് വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത്. ആനന്ദ്, അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വാർത്ത എങ്ങനെയാണ്? രാത്രിയും തിരച്ചിൽ നടക്കും എന്നുള്ളതാണോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? കാർവാർ MLA അല്പസമയം മുമ്പാണ് മാധ്യമങ്ങളെ കണ്ടത്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രാത്രി 11 മണി വരെ തിരച്ചിൽ തുടരുമെന്നുള്ള നിർണായക വിവരമാണ് അദ്ദേഹം പരിശോധന നടത്തിയത്. ഏറ്റവും നിർണായകമായ ഒരു ദിവസമായിരുന്നു തിരച്ചിലിൽ നിന്നുണ്ടായത്. അതിനിർണായകമായ വിവരങ്ങളാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഇന്ന് തിരച്ചിൽ നടത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാളെ ഡ്രോൺ ഉപയോഗിച്ചുള്ള ഒരു പരിശോധന കൂടി ഉണ്ടാകും. 9:30 ഡ്രോൺ എത്തും. ഇവിടെ കൃത്യമായ രീതിയിലുള്ള ഒരു പരിശോധന നടത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. രക്ഷാദൗത്യം അതിന്റെ നിർണായക ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അതോടൊപ്പം തന്നെ മണ്ണ് നീക്കത്തിന് ഒരു എക്സ്കവേറ്റർ കൂടി കൊണ്ടുവരുമെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും 9 നാളിന് ഒപ്പം ഏറ്റവും നിർണായകമായ ഒരു മണിക്കൂറിലേക്കാണ് ഇപ്പോൾ കടന്നു പോയിരിക്കുന്നത്. കാരണം നേരത്തെ എല്ലാം നമ്മൾ വിശദമായി പറഞ്ഞ പോലെ നിർണായകമായ സിഗ്നൽ ലോറി എവിടെ എന്ന് കണ്ടെത്താൻ കഴിഞ്ഞു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി ഇവിടെ നിന്നും അവർ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതോടൊപ്പം തന്നെ കാലാവസ്ഥയിലുണ്ടായ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി അത് വലിയ വിലങ്ങുതടി തീർത്തിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ 6 മണിക്ക് തിരച്ചിൽ അവസാനിപ്പിക്കുകയോ രാത്രിയിൽ തിരച്ചിൽ വീണ്ടും ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ ഒരു വലിയ വിലങ്ങുതടിയായി ഉണ്ടായെങ്കിൽ പോലും ഇന്ന് കിട്ടിയ ഒരു സാധ്യതകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു പരിശോധന നടത്തും എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും അടക്കമുള്ള ആളുകൾ MLAക്ക് ഒപ്പം ഉണ്ടായിരുന്നു. എന്തായാലും രാത്രി 11 മണി വരെ തിരച്ചിൽ തുടരുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ദൗത്യ സംഘത്തിന് കൂടുതൽ സഹായം ലഭിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ യന്ത്രങ്ങൾ, അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ നാളെ ഉപയോഗിക്കുവാനും തീരുമാനമായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വലിയ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന രാവിലെ 9:30 ആരംഭിക്കാനും തീരുമാനമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മണ്ണു നീക്കത്തിന് ഒരു എക്സ്കവേറ്റർ കൂടി കൊണ്ടുവരാനും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. അതും നാളെ രാവിലെ എത്തും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം ഈ അടിത്തട്ടിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു തിരച്ചിൽ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. കടുത്ത ഒരു ഒഴുക്കാണ് അടിത്തട്ടിൽ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഇടവിട്ട് പ്രത്യേകിച്ച് ഇന്ന് വൈകിട്ടുണ്ടായ 2 മഴകൾ അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ രക്ഷാദൗത്യം കുറച്ചുകൂടെ വൈകാനുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിയത്. അടിത്തട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഒഴുക്ക് തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നതെന്നാണ് ഇപ്പോൾ രക്ഷാദൗത്യത്തിന്റെ ഇന്നത്തെ. രാത്രിയും തിരച്ചിൽ നടക്കുമെന്നുണ്ടെങ്കിലും ഈ ട്രക്ക് ലോക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ്. കാരണം ഈ ബൂം എക്സ്കവേറ്റർ ഒന്നുകൂടി എത്തിക്കും. അതിനുശേഷം ഈ കരയോട് ചേർന്നുള്ള ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രക്രിയ തുടരും രാത്രി വരെ. അങ്ങനെയല്ലേ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? അങ്ങനെയല്ലേ MLA പറഞ്ഞത്? തീർച്ചയായും അത് തന്നെയാണ് MLA പറഞ്ഞത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കാര്യത്തിലൊരു കൃത്യമായ ഉത്തരം ജില്ലാ ഭരണകൂടം നൽകാത്തതിലൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ഒരു 2-3 മണിക്കൂറായി ഇവിടെ വലിയ രീതിയിലുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ എപ്പോൾ മഴ അവസാനിച്ചോ അപ്പോൾ മാത്രമാണ് പുഴയുടെ അടിത്തട്ടിലേക്ക് എത്തി ഈ ട്രക്ക് ലോക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് അടക്കം പോകാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കൃത്യതയായ ഒരു വിവരം നൽകാൻ കഴിയാത്തതുകൊണ്ടായിരിക്കും ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ ഈ കാര്യങ്ങളൊന്നും തന്നെ പറയാതിരുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും നേരത്തെ നേവിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്ന് തന്നെ ഈ ഒരു കാര്യങ്ങൾ, അതായത് ഈ ഒരു നിർണായകമായ സിഗ്നൽ ലഭിച്ച സാഹചര്യത്തിൽ ആ ഒരു സാധ്യത തള്ളിക്കളയാതെ കൊണ്ട് മുന്നോട്ട് പോകാൻ, അത് പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം, ഡൽഹിയിൽ നിന്നുള്ള ഒരു സംഘം കൂടി നാളെ ഈ തിരച്ചിലിന്റെ ഭാഗമാകുന്നു എന്നുള്ള ഒരു നിർണായക വിവരം കൂടി ഈ മണിക്കൂറിൽ വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ഈ ഷിരൂരിൽ ഇപ്പോഴും കനത്ത മഴയും ഇവിടെ ഈ ഒരു പ്രദേശം ഒന്നാകെ കനത്ത മഴയും കാറ്റും തുടരുകയാണ്. ഈ മഴയ്ക്കും കാറ്റിനും ഒപ്പം തന്നെ അതിനെ അതിജീവിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് ഇവിടെ പ്രധാനമായും ഉണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ ഈ തെരച്ചിൽ ഒരു തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കരുന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഇവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ, അതായത് രാത്രി 11 മണി വരെ ഈ തിരച്ചിൽ തുടരാനുള്ള ഒരു തീരുമാനമാണ് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ആർമി ഈ ദൗത്യം ഏകീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി വിവിധ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വിവിധ സാധ്യതകൾ പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി പറയുന്നത്. നമുക്കറിയാം ഈ സ്ഥലത്ത് എത്തുമ്പോൾ തന്നെ ഈ മണ്ണിടിഞ്ഞ പ്രദേശത്തുകൂടി ഒരുപാട് ഉറവകൾ താഴേക്ക് പതിക്കുന്നു. അതോടൊപ്പം തന്നെ വീണ്ടും മണ്ണിടിയാൻ സാധ്യതയുള്ളതെന്നുള്ള വിദഗ്ധ അഭിപ്രായങ്ങളൊക്കെ തന്നെയുണ്ട്. ആ ഒരു സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും ഇങ്ങനെ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ വിലങ്ങുതടിയായി വെല്ലുവിളിയായി ഒക്കെ തന്നെ ഇവിടെ നിൽക്കുകയും ചെയ്യുന്നത്. ഇപ്പോഴും ഈ കനത്ത മഴ തുടരുക തന്നെയാണ് ഈ പ്രദേശം ഒന്നാകെ ചെയ്യുന്നത്. ഈ മഴയ്ക്കൊപ്പം തന്നെ കാറ്റ് കൂടി ഉണ്ടാകുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിന് വലിയ വിലങ്ങുതടിയാകുന്നു. അതിനൊപ്പം തന്നെയാണ് ഈ നദിയിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത്. കഴിഞ്ഞ ഒരു അരമണിക്കൂറായി വലിയ രീതിയിലുള്ള ഒരു മഴയായിരുന്നു ഈ പ്രദേശത്തൊക്കെ തന്നെ പെയ്തിരുന്നത്. അത് വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനത്തെ കാര്യമായി തന്നെ ബാധിച്ചു. നദിയിലെ ജലനിരപ്പ് വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഈ മേഖലകളിലൊക്കെ തന്നെ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നാളെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഒക്കെ തന്നെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ ഇന്ന് 11 മണി വരെ, രാത്രി 11 മണി വരെ ഈ രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി എത്തിയിരിക്കുകയാണ്. കാരണം ഇവിടെ അപകട സാധ്യതയൊക്കെ തന്നെ നമ്മൾ നേരത്തെ തന്നെ വിശദമായി സൂചിപ്പിച്ചതാണ്. അതൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും ആ കാര്യങ്ങളൊക്കെ തന്നെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ആ സാങ്കേതിക വിദ്യകൾ അടക്കം കൃത്യമായി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ തന്നെ ഏകീകരിച്ചുകൊണ്ട് വലിയ ഡ്രോൺ ഉപയോഗിച്ചുള്ള ഒരു പരിശോധന കൂടിയെല്ലാം തന്നെ നടത്തി ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏകീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമാണ് ഇന്ന് ചേർന്ന ഈ അവലോകന യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. എന്തായാലും ഈ 9 നാൾ നീണ്ട തിരച്ചിലിൽ ഏറ്റവും നിർണായകമായ ഒരു ദിവസം എന്ന് വേണം ഇന്ന് പറയാൻ. അതെ, തീർച്ചയായും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 9ാം ദിവസം ഏറ്റവും നിർണായകമായ മണിക്കൂറുകൾ. നമുക്കറിയാം ഇതിന് മുൻപൊക്കെ ചില ഊഹാപോഹങ്ങളുടെയും സംശയത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു തിരച്ചിൽ നടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കര കേന്ദ്രീകരിച്ചുകൊണ്ട് മണ്ണ് മാറ്റുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടന്നത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നു. ട്രക്ക് തന്നെയാണ് എന്നുള്ളതിന് വ്യക്തത വന്നിരിക്കുകയാണ്. അതുകൊണ്ട് കാര്യങ്ങൾ അല്പം കൂടി എളുപ്പമാകുകയാണ്. പക്ഷേ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ശക്തമായ മഴയും കാറ്റുമാണ്. എന്തായാലും ഏതു രീതിയിലുള്ള തുടർ നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? കാരണം ട്രക്കിനടുത്തേക്ക് എത്തുക എന്നുള്ളത് ഇനിയും എത്ര കാലതാമസം അല്ലെങ്കിൽ എത്ര മണിക്കൂറുകളുടെ ഇടവേളയിലേക്കാണ് കടക്കേണ്ടത്? തീർച്ചയായും അത് തന്നെയാണ്. കരയിൽ നിന്നും ഏകദേശം 20 മീറ്റർ മാറി 15 അടി താഴ്ചയിലാണ് നിലവിൽ ഈ ട്രക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പുഴയുടെ അടിയിലേക്ക് എത്തുക, താഴ്ഭാഗത്തേക്ക് എത്തുക എന്നതാണ് ഏറ്റവും ശ്രമകരമായ ദൗത്യം. നേരത്തെ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ പ്രദേശത്തൊന്നാകെ നമ്മളുടെ കണ്ണ് മൂടുന്ന രീതിയിലേക്കുള്ള അല്ലെങ്കിൽ കാഴ്ച മറയ്ക്കുന്ന രീതിയിലേക്കുള്ള അതിശക്തമായ മഴയാണ് ഓരോ സമയത്തും ഉണ്ടാകുക. ഇത് കൃത്യമായി പ്രവചിക്കാൻ പറ്റില്ല. ആ ഒറ്റ മിനിറ്റിനുള്ളിൽ തന്നെ അതിശക്തമായ മഴയും കാറ്റും ഉണ്ടാകുന്നു. ഇത് നദിയിൽ കുത്തൊഴുക്കാണ്, ജലനിരപ്പ് വർദ്ധിച്ചിരിക്കുന്നു, ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നു. ആ ഒരു രീതിയിലേക്ക് ഉണ്ടാകുന്ന തിരച്ചിൽ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കും എന്നതാണ് ആ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ തിരച്ചിൽ ഒരുപാട് രാത്രി വൈകി പോകാതെ 11 മണി വരെ ഈ ദൗത്യം തുടരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഈ മേഖലകളിലൊക്കെ തന്നെ ഉണ്ടാകുന്നു എന്നതാണ്, ഈ മഴ ഉണ്ടാക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വരും മണിക്കൂറുകളിലും തിരച്ചിൽ തുടരാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ മഴ ഉണ്ടായത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളതിനാൽ ഈ പ്രദേശങ്ങൾ രാത്രി, അതായത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കും. തിരച്ചിലുണ്ടായാൽ ആ കാര്യങ്ങളൊക്കെ തന്നെ മുൻകൂട്ടി കാത്തുകൊണ്ടുള്ള നടപടികളിലേക്കൊക്കെ തന്നെ പോയിരുന്നു. എന്തായാലും ഇന്ന് നടത്താൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നേവിയുടെ ഭാഗത്തു നിന്നുള്ളതായിരിക്കും. ഈ ട്രക്ക് കൃത്യമായി തന്നെ ലോക്ക് ചെയ്ത് കൃത്യമായി സുരക്ഷിതമായി ഇവിടെ നിലനിർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 15 അടി താഴ്ചയിലാണ്, 20 മീറ്റർ അകലെയാണ്. അത്ര ശ്രമകരമായ ഒരു ദൗത്യമാണ്.
തയ്യാറാണ്. നദിയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങുന്നതിന് NDRF ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ നേവിയുടെ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ കൃത്യമായി പറയുന്നു. നദിയുടെ അടിത്തട്ടിലേക്ക് എത്താൻ കഴിയാത്ത ഒരവസ്ഥയിലേക്കായിരുന്നു ഇന്ന് ഉച്ചവരെയൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം പെയ്ത ഇവിടെ രണ്ട് മഴയും അതിശക്തമായ കാറ്റും ഈ പ്രദേശം ഒന്നാകെ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ മഴ കൂടി പിന്നീട് വരികയും ഈ മോൾത്തട്ടിൽ കൂടി വലിയ ഒഴുക്കുണ്ടാകുകയും ചെയ്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ശ്രമകരമായി മാത്രമേ ഈ നദിയുടെ അടിത്തട്ടിലേക്ക് പോകാൻ കഴിയൂ. പല തരത്തിലുള്ള ശ്രമങ്ങൾ ഇതിനു വേണ്ടി നടത്തുന്നുണ്ട്. എന്തായാലും മഴ കുറയുന്ന ഒരു ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് വീണ്ടും രാത്രി വൈകിയാൽ പോലും ഇത്തരത്തിലുള്ള ഒരു ശ്രമങ്ങൾ ഇവിടെ നടത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാത്രി 11 മണിയോടെ അല്ലെങ്കിൽ രാത്രി 10 മണിയോടെ ഈ തിരച്ചിൽ നടത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ തന്നെ പോവുക. എന്തായാലും 15 മീറ്റർ താഴേക്ക് ഈ ലോറി കൃത്യമായി ലോക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഏറ്റവും കാര്യത്തിലേക്ക് ഇവർ എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ദൗത്യം ഇപ്പോഴും തുടരുക തന്നെയാണ് ചെയ്യുന്നത്. മഴയെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ തൽക്കാലം മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം. ഈ സാധ്യതകളൊക്കെ തന്നെ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതകൾ തന്നെയാണ് ഇപ്പോൾ ഇവർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ 9 നാൾ നീണ്ട പ്രവർത്തനങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമങ്ങൾ തന്നെയാണ് ഇവർ നടത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും അതോടൊപ്പം തന്നെ MLAയും അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അവർ കൃത്യമായി തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ സ്ഥിതിഗതികളൊക്കെ തന്നെ ഈ അവലോകനം ചെയ്തുകൊണ്ട് കൂടുതൽ നാളെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി അവർ ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി നടത്തുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഇന്ന് രാത്രി വൈകിയും തിരച്ചിൽ നടത്താനുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ശരി, അരുൺ തുടരുക.